ഹോൾഡ് ചെയ്ത്. ഓക്കെ, റൈറ്റ്. ശ്രീ ജ്യോതികുമാർ ചാമക്കാലയോട് നമുക്ക് ചേരുന്നു. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഗവർണറുടെ നിലപാട് അതേപടി VC പ്രതിഫലിപ്പിക്കുന്നു. ഇത് നിയമലംഘനമാണ്, ഇങ്ങനൊരു വകുപ്പില്ല എന്ന് പറയുന്നു. ശ്രീ ഷിജുഖാൻ പറഞ്ഞത് അങ്ങനെയാണ്. എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ഈ സസ്പെൻഷൻ നിലനിൽക്കുന്നതാണോ? നോക്കൂ, സിൻഡിക്കേറ്റിന്റേതായ അധികാരങ്ങളുണ്ട്, വൈസ് ചാൻസലർക്ക് വൈസ് ചാൻസലറുടേതായ അധികാരം, ചാൻസലറുടേതായ അധികാരമുണ്ട്. അധികാരമില്ലാത്ത ഏകയാൾ പ്രോ ചാൻസലറാണ്, മന്ത്രിയാണ്. ഏതായാലും അവിടെ നിൽക്കട്ടെ. ഇവിടെ ഈ വിഷയത്തിൽ ഒരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യണമെങ്കിൽ ആ ഉദ്യോഗസ്ഥനെ ആരാണോ നിയമിക്കുന്നത്, അദ്ദേഹത്തെ ആരാണോ അപ്പോയിന്റ് ചെയ്യുന്നത്, ആ അപ്പോയിന്റിംഗ് അതോറിറ്റിക്ക് മാത്രമേ ആ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കാൻ കഴിയുള്ളൂ. എന്നിരിക്കെ ഇവിടെ സിൻഡിക്കേറ്റ് ആണ് ഈ രജിസ്ട്രാറെ നിയമിക്കാനുള്ള അധികാരി. സിൻഡിക്കേറ്റ് യോഗം ചേർന്നാണ് രജിസ്ട്രാർ ആരായിരിക്കണം എന്ന് തീരുമാനിക്കേണ്ടത്. എന്നിരിക്കെ സിൻഡിക്കേറ്റിന് മാത്രമാണ് അദ്ദേഹത്തിന്മേൽ നടപടിയെടുക്കാൻ നിയമപ്രകാരം അവകാശമുള്ളൂ. പക്ഷെ കേരള സർവകലാശാലയുടെ ആക്ടിലെ ക്ലോസ് 10-13 ഉപയോഗിച്ചുകൊണ്ട് ക്ലോസ് നമ്പർ 10 സബ് ക്ലോസ് 13 അതിനകത്ത് പറയുന്നത്, if the syndicate is not in session and exigency arises, the vice chancellor can exercise the powers of the syndicate. വൈസ് ചാൻസലറിന് സിൻഡിക്കേറ്റ് ചേരാത്ത സാഹചര്യത്തിൽ ഒരു എമർജൻസി ഉണ്ടെങ്കിൽ വൈസ് ചാൻസലറിന് സിൻഡിക്കേറ്റ് അധികാരങ്ങൾ ഉപയോഗിക്കാം. ആ അധികാരം ഉപയോഗിച്ചുകൊണ്ടാകാം വൈസ് ചാൻസലർ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതിനകത്ത് ഒരു എക്സിജൻസി ഇല്ല, ഒരു എമർജൻസി ഇല്ലാത്തത്തോളം കാലം വൈസ് ചാൻസലർ ചെയ്തിട്ടുള്ള നടപടിയെ ഒരു കാരണവശാലും സിൻഡിക്കേറ്റ് അംഗമായിരുന്ന ഒരാളെന്ന നിലയിൽ, ഉന്നത സർവകലാശാലയുമായി ബന്ധപ്പെട്ട് നിന്നിട്ടുള്ള ഒരാളെന്ന നിലയിൽ ഇത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. നിയമപ്രകാരം ഇത്തരത്തിൽ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാനുള്ള അവകാശം വൈസ് ചാൻസലർക്ക് നിക്ഷിപ്തമല്ല. അത് സിൻഡിക്കേറ്റിൽ മാത്രമാണ് നിക്ഷിപ്തമായിട്ടുള്ളത്. വളരെ ക്ലിയർ ആണ് കാര്യം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇതൊരു സർവകലാശാല, അവിടെ നടക്കുന്ന ഒരു നടപടി എന്നതിനപ്പുറത്തേക്ക് ഇത് രാഷ്ട്രീയ കേരളവുമായി ബന്ധപ്പെട്ടും ഇത് നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയം കൂടിയാണ്. സ്വാഭാവികമായിട്ടും ആ തരത്തിലുള്ള ഒരു നിലപാട് കൂടി പ്രതിഫലിക്കുമോ ഇനി നിങ്ങളടക്കം ഇതിനകത്ത് എടുക്കാൻ പോകുന്ന സ്റ്റാൻഡിൽ? തീർച്ചയായിട്ടും. ഇവിടെ നോക്കൂ, ഈ സംസ്ഥാനത്ത് പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കൃത്യമായി പറയാനുള്ളത്, ഈ സംസ്ഥാനത്ത് 13 സംസ്ഥാന സർവകലാശാലകളുണ്ട്. ഈ അടുത്ത സമയത്ത് കോടതി പോലും പറഞ്ഞു 13 സർവകലാശാലയിൽ 12 സർവകലാശാലകളിലും വൈസ് ചാൻസലർമാരില്ല. ഏക വൈസ് ചാൻസലർ ഉള്ളത് കേരളത്തിലെ ഹെൽത്ത് യൂണിവേഴ്സിറ്റിയിലാണ്. ആ വൈസ് ചാൻസലർ കേരള സർവകലാശാലയുടെ അധിക ചുമതല വഹിക്കുകയാണ് ഡോക്ടർ മോഹൻ കുന്നുമേൽ. എന്നിരിക്കെ അദ്ദേഹം ഇത്തരത്തിൽ നടപടി സ്വീകരിച്ചിട്ടുള്ളത് ഗവർണറുടെ ചട്ടുകമായി പ്രവർത്തിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം നടപടി സ്വീകരിച്ചിട്ടുള്ളത്. രജിസ്ട്രാർ ഇത്തരത്തിൽ നടപടിയെടുത്തിട്ടുണ്ടെങ്കിൽ, രജിസ്ട്രാറുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അത്തരത്തിൽ എന്തെങ്കിലും റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ റിപ്പോർട്ട് സിൻഡിക്കേറ്റിന്റെ മുന്നിൽ വെച്ച് സിൻഡിക്കേറ്റാണ് ആ റിപ്പോർട്ടിന്മേൽ ഒരു നടപടിയെടുക്കേണ്ടതെന്നിരിക്കെ ഏത് അധികാരം ഉപയോഗിച്ചാണ് ഇപ്പോൾ വൈസ് ചാൻസലർ നടപടിയെടുത്തിരിക്കുന്നതിനെ സംബന്ധിച്ച് എനിക്ക് ആശങ്കയുണ്ട്. ഇതൊരിക്കലും സർവകലാശാലയുടെ ഓട്ടോണമി, സർവകലാശാലയുടെ സ്വയംഭരണത്തെ അംഗീകരിക്കുന്നതല്ല, മറിച്ച് ഇത് രാഷ്ട്രീയം കളിക്കലാണ്, കാവ്യവൽക്കരണത്തിന്റെ ഭാഗമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഓക്കെ, വളരെ നന്ദി. ശ്രീ ജ്യോതികുമാർ ചാമക്കാലയും ആ നിലപാട് വ്യക്തമാക്കുന്നു.